RSS രാജ്യത്തിൻ്റെ ശത്രുക്കളായി കണ്ട ന്യൂനപക്ഷങ്ങൾക്ക് നേരെ അവരുടെ അജണ്ട നടപ്പാക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിൻ്റെ തെളിവാണ് FCRA ഭേദഗതി. പിറന്ന മണ്ണിൽ ജീവിക്കാൻ കഴിയുമോ എന്ന ആശങ്കയിലാണ് രാജ്യത്തെ ഒരു വിഭാഗം ജനതയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പേരാവൂർ മണ്ഡലം ഇടതു സ്ഥാനാർത്ഥി KK ശൈലജയുടെ തെരഞ്ഞെടുപ്പ് പൊതുയോഗം ചാവശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പിണറായി. മതേതര നാട് RSSനെയും BJPയെയും സ്വീകരിക്കാത്തതുകൊണ്ട് അവർക്ക് കേരളത്തോട് പകയും വിദ്വേഷവുമാണ്. കോൺഗ്രസ് ഇവർക്കെതിരെ ഒരക്ഷരം പോലും മിണ്ടില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഒരു വർഗീയ സംഘർഷവും ഇല്ലാത്ത നാടായി നമ്മുടെ നാട് മാറി. രാജ്യത്തെ ഒരു വിഭാഗം ന്യൂനപക്ഷം ജനിച്ച മണ്ണിൽ ജീവിക്കാൻ ആകുമോ എന്ന ഭയത്തിലാണ്. രാജ്യത്ത് നിന്ന് പുറത്താകുമോ എന്ന ആശങ്കയാണ് അവർക്ക്. പൗരത്വ നിയമ ഭേദഗതി കേരളത്തിൽ നടപ്പിലാക്കില്ലെന്ന് ഞങ്ങൾ പറഞ്ഞത് നടപ്പാക്കാൻ അനുവദിക്കാത്തതുകൊണ്ട് തന്നെയാണ്. പൗരത്വ രജിസ്റ്റർ കൊണ്ടുവന്നത് കോൺഗ്രസ് ആണെങ്കിൽ അത് നടപ്പാക്കില്ലെന്ന് പ്രഖ്യാപിച്ചത് കേരളമാണ്. കേരളത്തിന്റെ മണ്ണിൽ ജനിച്ച ഒരാളോടും നീ ആരാണെന്ന ചോദ്യം ഉയരില്ലെന്നും ഞാൻ കേരളത്തിന്റെ സന്തതിയാണെന്ന് പറയാൻ വേണ്ടിയാണ് സർക്കാർ നേറ്റിവിറ്റി കാർഡ് ഉണ്ടാക്കിയതെന്നും പിണറായി പറഞ്ഞു. കേരളത്തിന്റെ സന്തതി നീ ആരാ എന്നൊരാൾ വന്ന് ചോദിച്ചാൽ ഞാൻ കേരളത്തിന്റെ സന്തതി എന്നെടുത്ത് കാണിക്കാൻ നേറ്റിവിറ്റി കാർഡ് കയ്യിലുണ്ടാവും. ആർക്കും ചോദ്യം ചെയ്യാനാവില്ല. ആർക്കും നിനക്ക് അവകാശപ്പെട്ട നാടല്ല മണ്ണല്ല ഇത് എന്ന് പറയാനാവില്ല. ആ സ്ഥിതിവിശേഷമാണ് LDF ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ രാജ്യത്ത് കുറെ സംസ്ഥാനങ്ങളുണ്ടല്ലോ. എവിടെയെങ്കിലും നടന്നോ ഇത്? ഏതെങ്കിലും സംസ്ഥാനത്തിന് ആലോചിക്കാൻ കഴിയുമോ ഇത്? കേരളത്തിന്റെ മണ്ണിൽ നിന്നും ആരെയും ആർക്കും ഇറക്കിവിടാൻ കഴിയില്ല. ഇത് ചെയ്തത് നന്നായെന്ന് പറയാനോ അനുകൂലിക്കാനോ ലീഗിനോ കോൺഗ്രസിനോ കഴിഞ്ഞില്ല. BJPയുടെ മുഖത്ത് നോക്കി ഇതിവിടെ നടപ്പാക്കാൻ പറ്റില്ലെന്ന് പറയാൻ LDFന് ഭയമില്ല. FCRA ഭേദഗതി തീർത്തും ദുരുദ്ദേശമാണ്. ഭേദഗതി ബാധിക്കുന്നവരും RSSന്റെ കണക്കിൽ ആഭ്യന്തര ശത്രുക്കളാണ്. മറ്റൊരു മതന്യൂനപക്ഷത്തിന്റെ സ്ഥാപനങ്ങളൊക്കെ കൈയടക്കാൻ വേണ്ടിയാണ് RSS ഈ ഭേദഗതിയിലൂടെ ലക്ഷ്യമിടുന്നത്. അശരണർക്ക് വലിയ തോതിൽ തണലായ ഒട്ടേറെ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്. അവ നടത്താൻ സർക്കാർ പണം കൊടുക്കുന്നില്ല. അവർക്ക് ലഭിക്കുന്ന ചാരിറ്റി ഫണ്ടിലൂടെയാണ് അവർ ആ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നത്. അതിനെ കേന്ദ്രം മറ്റൊരു കണ്ണിൽ കാണുന്നു. ക്രൈസ്തവ സമൂഹ മേധാവികൾ ഭേദഗതിക്കെതിരെ ചോദ്യം ചെയ്തിട്ടും ആ നടപടി തുടരുകയാണ് കേന്ദ്ര സർക്കാർ. അത് പിൻവലിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. വികസന കാര്യങ്ങളിൽ ചേർന്ന് നിൽക്കേണ്ട കേന്ദ്ര സർക്കാർ നിന്നില്ലെന്ന് മാത്രമല്ല, തുടർച്ചയായി ദുരന്തങ്ങൾ നേരിട്ടപ്പോൾ പോലും കേരളത്തെ സഹായിച്ചില്ല. നിങ്ങൾ അങ്ങനെ വികസിക്കേണ്ട, കേരളം തകരട്ടെ എന്ന സമീപനമാണ് കേന്ദ്രത്തിന്. നാടിനൊരു പ്രശ്നം വരുമ്പോൾ പോലും കൂടെ നിൽക്കാത്തവരാണ് UDFും കോൺഗ്രസും. BJPയുടെ മനസ്സിൽ നേരിയ തോതിൽ പോലും ഒരു വിഷമം ഉണ്ടാകരുതെന്ന് കരുതി അവർക്കെതിരെ അക്ഷരം പോലും മിണ്ടില്ല. ഇവരാഗ്രഹിച്ച പോലെ നമ്മൾ തകർന്നില്ല, നമുക്ക് തകരാൻ ആകില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇതാണ് നമ്മുടെ അനുഭവം, നാടിന്റെ ദുരനുഭവം. പക്ഷേ നാം ഓർക്കേണ്ടത്, ഇവരാഗ്രഹിച്ചതുപോലെ നാം തകർന്നു പോയില്ല. നമുക്ക് തകരാൻ ഒക്കുമായിരുന്നില്ല. നാടിൽ അതിജീവിച്ചേ മതിയാകുമായിരുന്നുള്ളൂ. ആ അതിജീവനം ലോകവും രാജ്യവും അത്ഭുതാതരങ്ങളോടെയാണ് നോക്കിക്കണ്ടത്. എങ്ങനെ ഇവർക്ക് ഈ തരത്തിൽ അതിജീവനം നടത്താനായി? എന്താണ് അവർ ചിന്തിച്ചത്? നമുക്കതിൽ ആശ്ചര്യമില്ല. നാടും ജനങ്ങളും കാണിച്ച ഒരുമയും ഐക്യവും അതായിരുന്നു നമ്മുടെ കരുത്ത്. മാറ്റം നേരിട്ട് അനുഭവിച്ച ജനങ്ങൾ തീരുമാനിച്ചതുകൊണ്ടാണ് രണ്ടാം തുടർ ഭരണം. ഒരു ഘട്ടത്തിലും വികസന മുന്നേറ്റമുണ്ടാക്കാൻ UDFനായിട്ടില്ല. UDFന്റെ കാലത്ത് അഴിമതിയായിരുന്നു. ഇടതിന് തുടർഭരണം സമ്മാനിച്ചത് ശരിയാണോ എന്ന് പരിശോധിക്കേണ്ട തെരഞ്ഞെടുപ്പാണിത്. തങ്ങൾ ജനങ്ങൾക്കൊപ്പവും ജനം തങ്ങൾക്കൊപ്പവുമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ആശങ്കയുമില്ല. ഇടത് സർക്കാർ കേരളത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറുമെന്നും പൊതുയോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ ആ വഴി തന്നെയാണ് സ്വീകരിച്ചത്. ഒരാശങ്കയും സംശയവും ഞങ്ങൾക്കില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഞങ്ങളോടൊപ്പമുണ്ട്. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.